സാധുദർശനം, പാപവിമോചനം. കേരളക്കരയിൽ അനേകം ഋഷീശ്വരന്മാർ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കേരളക്കരയുടെ ഓരോ ഗ്രാമങ്ങൾ തോറും സഞ്ചരിക്കുകയാണെങ്കിൽ സന്യാസം എന്താണ്, സന്യാസ ദീക്ഷ എന്താണ്, ആരാണ് സ്വാമി എന്ന് ചോദിച്ചാൽ കൈമലർത്തുന്നതായ ഒരവസ്ഥയിലേക്ക് നാം പോകുന്നതായിട്ട് കാണാം. സഹോദര മതങ്ങളിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും അതാത് മതങ്ങളുമായി ബന്ധപ്പെട്ടതായ വിഷയങ്ങളെക്കുറിച്ച് പരിപൂർണമായ അറിവുണ്ട്. എന്നാൽ സനാതനധർമ്മത്തിൻ്റെ കുടുംബങ്ങളിൽ കൃത്യമായ ഒരു പഠന പദ്ധതിയോ ഒരു പരിശീലന പദ്ധതിയോ ഇല്ലാത്തതിനാൽ എന്താണ് സന്യാസം, ആർക്കാണ് സന്യാസം, ഏതൊക്കെ ഭക്തന്മാർക്ക് സന്യാസം സ്വീകരിക്കാം എന്നതിനെ പറ്റി ചെറിയ വാക്കുകൾ ഇവിടെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സമർപ്പിക്കാൻ പരിശ്രമിക്കുകയാണ്. ഇന്ന് നാം കാണുന്നതായ കേരളക്കരയിലെ എല്ലാ സന്യാസ ശ്രേഷ്ഠന്മാരും അതീവ ശ്രേഷ്ഠന്മാരാണ്. സന്യാസാശ്രമം എന്ന യോഗം വരണമെങ്കിൽ തന്നെ 3.5 ജന്മം പുണ്യം പിന്നിലോട്ടും 3.5 ജന്മം പുണ്യം മുൻപിലോട്ടും ഉണ്ടാകണം എന്നാണ്. ഒരാൾ വിധിപ്രകാരം ട്രഡീഷണലി സിസ്റ്റമാറ്റിക്കലി സന്യാസം സ്വീകരിച്ച് ദീക്ഷ കൃത്യമായി അനുഷ്ഠിച്ചു വരികയാണെങ്കിൽ ആ കുടുംബം ഐശ്വര്യത്തിൻ്റെ പടികളേറി നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതായ കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. സന്യാസ ദീക്ഷയിലൂടെ മാത്രം കഴിഞ്ഞ 20 വർഷങ്ങൾ അധികം ജീവിച്ചു വരുന്നതായ ഒരു സ്വാമിജിയാണ് ഞാൻ, സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി. എൻ്റെ ജാതകവശാൽ 36 വയസ്സും 3 മാസവും 3 ദിവസമേ ആയുസുള്ളൂ. ഈ തത്വം അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ യാഗങ്ങളും യജ്ഞങ്ങളും ക്രിയകളും കർമ്മങ്ങളും സ്വാമിജിമാരുടെ അനുഗ്രഹങ്ങളും മഠങ്ങളിലുള്ളതായ തീർത്ഥാടന യാത്രകളും ക്ഷേത്ര ദർശനങ്ങളുടെ അനുഗ്രഹങ്ങളും പങ്കെടുക്കുന്ന ഭജനകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈശ്വര തരംഗങ്ങൾ ശേഖരിക്കുന്നതിലൂടെ നേടിയതായ അനുഗ്രഹമാണ് ജീവിതത്തെ സംരക്ഷിച്ചു വരുന്നത്. അതുകൊണ്ട് സന്യാസ ആശ്രമം എന്നത് ഓരോ മനുഷ്യൻ്റെയും ജീവിത കാലഘട്ടത്തിൽ നിർബന്ധമായും വരുന്ന ഒരു ആശ്രമമാണ്. പലരും അത് തിരിച്ചറിയാറില്ല എന്നത് മാത്രമാണ്. ഇനി ആർക്കാണ് സന്യാസിക്കാൻ യോഗ്യത? കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദു സർവകർമ്മ ഫലത്യാഗം പ്രാഹുത്യാഗം വിചക്ഷണ എന്നാണ് സന്യാസ യോഗം എന്ന 18ാമത്തെ അധ്യായം മോക്ഷസന്യാസം എന്ന കണക്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് യുദ്ധക്കളത്തിൽ വെച്ച് അർജുനനോട് പ്രഖ്യാപിക്കുന്നത്. ഇവിടെ കാമ്യകർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നവൻ സന്യാസി, സർവകർമ്മങ്ങളുടെയും ഫലത്തെ വേണ്ട വയ്ക്കുന്നവനും സന്യാസി എന്നാണ്. ഇന്ന് കാവ്യ ഉടുത്താൽ മാത്രമേ സന്യാസമാവൂ, അല്ലെങ്കിൽ കൂടെ ഇന്നലെ വരെ ജീവിച്ചു വന്നതായ കുടുംബവും ഭാര്യയും വലിച്ചെറിഞ്ഞുകൊണ്ട് അവരെ കണ്ടാൽ മുഖം തിരിച്ചു പോകാവുന്ന ഒരു വൈരാഗ്യത്തിൽ എത്തിയാലാണ് സന്യാസം എന്നെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. സന്യാസ ശിക്ഷ വിധിപ്രകാരം നേടിയിട്ടുള്ളതായ ഒരു സന്യാസിയുടെ മനസ്സിന്റെ അവസ്ഥ തന്റെ പൂർവാശ്രമത്തിലെ കുടുംബ അംഗങ്ങളെ കണ്ടാൽ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിനേക്കാൾ കൂടുതൽ ബഹുമാനിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകും എന്നതാണ് സത്യം. കാരണം കുലം പവിത്രം ജനനീ കൃതാർത്ഥ എന്ന കണക്കിൽ ആ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ലേ തനിക്ക് ഇന്ന് ഈ പദവി എത്തിയത് എന്ന് ആലോചിക്കുമ്പോൾ അവർക്ക് നമസ്കാരമോ ദക്ഷിണയോ സ്നേഹ ഉപചാരങ്ങളോ അനുഗ്രഹങ്ങളോ എത്ര നൽകിയാലും മതിയാവില്ല എന്നാണ് ചിന്തിക്കേണ്ടത്. ഇനി കുടുംബകാര്യങ്ങളിൽ തൊപ്പിയിട്ട് ഒന്നിനും കൊള്ളാതെ ഇരിക്കുന്ന ഒരാൾക്ക് സന്യാസം വിജയിക്കുമോ? ഒരിക്കലുമില്ല. തന്റെ ബ്രഹ്മചര്യ നിഷ്ഠയോ തന്റെ ഗൃഹസ്ഥ നിഷ്ഠയോ ശരിയായി വിജയിപ്പിക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് സന്യാസ ജീവിതം പൂർത്തിയായി വിജയിപ്പിക്കുവാൻ സാധിക്കുക? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതുകൊണ്ട് ഉപേക്ഷിച്ച് ഓടി
ഇനി ഒന്നിനും കൊള്ളില്ല എന്നറിയുമ്പോൾ ആശ്രമത്തിൽ പോയി ചേർന്ന് സന്യാസിയാകലോ, വേഷം കെട്ടി നടക്കലോ, മുടി വളർത്തി നടക്കലോ, കുറെ കാലുനീളെ എത്താവുന്നത്ര ജുബയും മുടി നീളെ വളർത്തിയിടുന്നതായ മുടിയും വളർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു പ്രാകൃത വേഷമേ അല്ല സന്യാസം. സന്യാസധർമ്മം എന്നത് പരിപൂർണമായ മനസ്സിന്റെ അവസ്ഥയാണ്. എപ്പോഴാണ് ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുന്നത്, he who lives for others, ആ നിമിഷം മുതൽ അയാൾ സന്യാസിയാണ്, അയാൾ യോഗിയാണ്. അപ്പൊ സംസാരിയും സന്യാസിയും തമ്മിലുള്ള ബന്ധം എന്താണ്? സംസാരിയും സന്യാസിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു സന്യാസി എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്നു. ഒരു സംസാരി അവനവന് വേണ്ടി മാത്രം ജീവിക്കുന്നു. ഐ പ്ലസ് ഐ വാണ്ട് ആണ് സംസാരി. ഐ പ്ലസ് ഐ വാണ്ട്, ഇതാണ് സംസാരി. ഐ മൈനസ് ഐ വാണ്ട്, അതാണ് സന്യാസി. ഏറ്റവും ലളിതമായി പറയുകയാണെങ്കിൽ, എനിക്ക് എന്നുള്ള ഭാവം മാറിയിട്ട് ഈ ലോകത്തിന് എന്ന ഭാവത്തിലേക്ക് എപ്പോൾ ആയിത്തീരുന്നുവോ ആ നിമിഷം മുതൽ ഒരാൾ സന്യാസിയായിത്തീരുന്നു. വെള്ളവസ്ത്രമാണെങ്കിലും മഞ്ഞവസ്ത്രമാണെങ്കിലും കാവ്യവസ്ത്രമാണെങ്കിലും പലതരത്തിലുള്ള വസ്ത്രങ്ങളാണെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുന്ന നിമിഷം മുതൽ ആ മനുഷ്യൻ സന്യാസധർമ്മത്തിന്റെ പാതയിലാണ്. ഇനി ആ മനസ്സ് വന്ന ശേഷം അയാളെ വിധിപ്രകാരം ദീക്ഷയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് സമ്പ്രദായം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാ മനുഷ്യരുടെയും അവകാശമാണ് സന്യാസ ആശ്രമം. പുണ്യാത്മാക്കളെ, ഞാൻ ഒരേ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആശ്രമത്തിൽ ഇല്ലാത്തവര് ആരാ ഉള്ളത്? ഒന്നുകിൽ നിങ്ങൾ ബ്രഹ്മചര്യ ആശ്രമത്തിലാണ്, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിലാണ്, അല്ലെങ്കിൽ വാനപ്രസ്ഥാശ്രമത്തിലാണ്, അല്ലെങ്കിൽ സന്യാസാശ്രമത്തിലാണ്. അതുകൊണ്ട് ഓരോരുത്തരും ഓരോ ആശ്രമങ്ങളിലാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ മോക്ഷ പദവി ലഭിക്കുന്ന, ഈശ്വരത്വം തുളുമ്പുന്ന ദിവ്യ ചൈതന്യമായ ആശ്രമമാണ് സന്യാസാശ്രമം. അതുകൊണ്ട് സന്യാസ ആശ്രമം ഈസ് ദ റൈറ്റ് ഫോർ എവറി ഹ്യൂമൻ ഇൻഡിവിജ്വൽ. ഇനി സന്യാസത്തിന്റെ ആശ്രമ വ്യവസ്ഥയിലുള്ള നിയമങ്ങൾ പല പരമ്പരകളിൽ പലതരത്തിലുള്ള നിയമങ്ങളാണ്. ഇതിൽ പൂണുനൂൽ ഉപയോഗിച്ചുകൊണ്ട് സന്യാസവൃത്തി ചെയ്യുന്നവരുണ്ട്, ദണ്ടുപയോഗിച്ചുകൊണ്ട് സന്യാസവൃത്തി ചെയ്യുന്നവരുണ്ട്. കാവ്യദീക്ഷ സ്വീകരിച്ച ശേഷം അത് വേണ്ട എന്ന് വെച്ച് വെള്ളവസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് സമാജസേവ ചെയ്ത വിജയിച്ച അനേകം സാധകന്മാരുണ്ട്. പൂജനീയ ഗുരുജി ഗോൾവൽക്കർ സാർ അതിന് ഉത്തമമായ ഉദാഹരണമാണ്. രാഷ്ട്രായ സ്വാഹ എന്ന കണക്കിൽ അദ്ദേഹം പടുത്തുയർത്ത മഹത്തായ ആൽവൃക്ഷത്തിന്റെ കണ്ണികളാണ് നമ്മൾ ഓരോരുത്തരും എന്നതിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. പൂജനീയ ഗുരുജി ശ്രീരാമകൃഷ്ണ പരമ്പരയിൽ ദീക്ഷ വാങ്ങി പരമ്പരാഗതമായ ദീക്ഷാക്രിയകളിലൂടെയാണ് രാഷ്ട്രത്തിനെ സേവനം ചെയ്യാനുള്ള ശക്തി ആർജിച്ച് ഇറങ്ങി പുറപ്പെട്ടത് വെള്ളവസ്ത്രത്തിലൂടെ. അതുപോലെ അനേകം മഹാത്മാക്കൾ ഇന്ന് ലോകത്ത് വെട്ടിത്തിളങ്ങുന്നവരെല്ലാവരും തന്നെ സന്യാസ ദീക്ഷയുടെ പൂർണ്ണമായ ഒരു ഈശ്വര കൃപ അനുഗ്രഹം ശേഖരിച്ച ശേഷമാണ് രാഷ്ട്ര സേവനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത് എന്ന് കാണാം. പരമപവിത്രമായ ആർഷഭാരത സംസ്കാരത്തിന്റെ അടിത്തറയായ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് ശ്രീ മഹാത്മാഗാന്ധിജി ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് പ്രത്യേകമായ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഭാരത സംസ്കാരത്തിന്റെ അടിത്തറ, സന്യാസ പരമ്പരയുടെ ശക്തി. ബാലഗംഗാധര തിലകൻ സാർ എത്രമാത്രം ശ്രീമദ് ഭഗവത്ഗീതയുടെ തത്വങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ പിന്നിൽ പോരാടിയത് എന്ന് നമുക്ക് അറിയാവുന്നതായ കാര്യമാണ്. ഋഷീശ്വരന്മാർ മുഴുവനും തത്വങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത് ഋഷി പരമ്പരയുടെ ശക്തി കൊണ്ടാണ്.
ഭാരതത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റായ ഡോക്ടർ സാറ് ഷിർഡി സായിബാബയുടെ അടുത്ത് പോയി അനുഗ്രഹം നേടിയ ശേഷം പടപൊരുതേണ്ടത് എങ്ങനെയാണ് എന്ന് വിശേഷമായി പഠിച്ചു മനസ്സിലാക്കിയിരുന്നു. അന്ന് കാലത്ത് ജീവിച്ചിരുന്ന എല്ലാ ബാബമാരും സ്വാതന്ത്ര്യ സമരത്തിന് ഊർജവും തേജസ്സും ഓജസ്സും ശക്തിയും നൈപുണ്യതയും പകർന്നവരായിരുന്നു. അതുകൊണ്ട് സന്യാസം എന്നത് ഈശ്വര പദവിയുടെ തുല്യമായ ഒരു അനുഗ്രഹമാണ്. ദേവന്മാരെക്കാൾ മുകളിലാണ് സന്യാസശ്രേഷ്ഠന്മാരുടെ സ്ഥാനം. സപ്തർഷി മണ്ഡലം ഏറ്റവും മുൻപിൽ വരുമ്പോൾ ത്രിമൂർത്തികളുടെയും മീതെയാണ് സപ്തർഷി മണ്ഡലം എന്ന് ആലോചിക്കുമ്പോൾ സന്യാസ പരമ്പരയാണ് സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനം. ഭഗവാൻ പരമേശ്വരന്റെ ദക്ഷിണാമൂർത്തി സ്വരൂപത്തിൽ നിന്നും നാരായണനിലൂടെ ബ്രഹ്മദേവനിലൂടെ സപ്തർഷികൾക്ക് വരികയും ആ സപ്തർഷികൾ സനക സനന്ദന സനത്കുമാര സനാതന്മാർക്ക് ഉപദേശിക്കുകയും നാരദ മഹർഷിയിലൂടെ അത് വ്യാപിച്ചു വരികയും ചെയ്യുന്നു. ശക്തി മഹർഷിക്ക് ലഭിച്ച അനുഗ്രഹം പരാശര മഹർഷിയിലൂടെ സനാതന ധർമ്മത്തിന്റെ മൂലഗുരുവായ വേദവ്യാസ മഹർഷിയിൽ എത്തിച്ചേരുകയും ഋഗ്വേദത്തിന്റെ ആചാര്യനായ പൈല മഹർഷിയും യജുർവേദത്തിന്റെ ആചാര്യനായ വൈശംപായന മഹർഷിയും സാമവേദത്തിന്റെ ആചാര്യനായ സുമന്തു മഹർഷിയും സാമവേദത്തിന്റെ ആചാര്യനായ ജൈവനി മഹർഷിയും അഥർവവേദത്തിന്റെ ആചാര്യനായ സുമന്തു മഹർഷിയും ചേർന്ന് 4 വേദങ്ങളുടെയും മൂലതത്വങ്ങളെ പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ എന്ന മഹാവാക്യങ്ങളിലൂടെ മിഷണറി പ്രവർത്തനമായിട്ട് പുറത്തേക്ക് വിടുകയും തൽഫലമായി ശ്രീശുക ബ്രഹ്മർഷിയിലൂടെയും ഗൗഡപാദരിലൂടെയും ഗോവിന്ദ ഗുരുപാദരിലൂടെയും ജഗദ്ഗുരു ശങ്കരാചാര്യരിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. സനാതന ധർമ്മത്തിന്റെ ജഗദ്ഗുരുവായ ജഗദ്ഗുരു ശങ്കരാചാര്യർ ഭാരതത്തിന്റെ സെന്റർ പോയിന്റിൽ നിന്നും 4 കൃത്യമായ വരകൾ വരച്ചാൽ കറക്റ്റ് കിലോമീറ്ററിന്റെ കണക്കെടുത്തുകൊണ്ട് കിഴക്ക് ഭാഗത്ത് ജഗന്നാഥപുരി ഒറീസയിൽ ഋഗ്വേദത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മഠവും തെക്ക് ഭാഗത്ത് ശൃംഗഗിരി എന്ന ശൃംഗേരിയിൽ തുംഗഭദ്ര തീർത്ഥത്തിന്റെ സമീപത്ത് ശാരദാമഠം എന്ന യജുർവേദത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മഠവും പടിഞ്ഞാറ് ഭാഗത്ത് കാളികാമഠം എന്ന പേരിൽ ദ്വാരകാദേശത്ത് സാമവേദത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മഠവും വടക്കു ഭാഗത്ത് ബദരീനാഥിലേക്ക് പോകുന്ന വഴിയിൽ 60 കിലോമീറ്റർ ദൂരെ ജ്യോതിർമഠം എന്ന ഇന്നത്തെ ജോഷിമഠം എന്ന പേരിലുള്ള അഥർവവേദത്തിന്റെ അടിസ്ഥാനപരമായ മഠവും സ്ഥാപിച്ചുകൊണ്ട് ഋഗ്വേദത്തെയും യജുർവേദത്തെയും സാമവേദത്തെയും അഥർവവേദത്തെയും പഠിപ്പിക്കാവുന്ന യൂണിവേഴ്സിറ്റികളെ വൈദിക പരമ്പരയിലൂടെ വാർത്തെടുത്ത് സ്ഥാപിച്ചു. അതിന്റെ പരമ്പരയിൽ പുരി, വനം, സാഗരം, ഗിരി, തീർത്ഥ, സരസ്വതി എന്ന 10 സമ്പ്രദായങ്ങളെ നിലവിൽ വരുത്തുകയും അന്ന് വരെ ഗൃഹസ്ഥാശ്രമത്തിലൂടെ മാത്രം നേടിയിരുന്ന സന്യാസ സമ്പ്രദായത്തെ നിലനിർത്തിക്കൊണ്ട് ബ്രഹ്മചര്യം കഴിഞ്ഞ ഉടനെയും സന്യാസത്തിലേക്ക് പോകാം എന്ന സമ്പ്രദായത്തെ പുതുതായി വാർത്തെടുക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് സനാതന സംസ്കാരം, സനാതന ധർമ്മം പുനഃസ്ഥാപിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് AD 788 മുതൽ 820 വരെ 32 വർഷങ്ങൾ ജീവിച്ചിരുന്ന പുണർദം നക്ഷത്രത്തിൽ പഞ്ചമി തിഥിയിൽ ശുക്ലപക്ഷത്തിലെ വെള്ളിയാഴ്ച രാത്രി 12:05 ജനിച്ച ആദിശങ്കര ഭഗവത്പാദരെ ജഗദ്ഗുരുവായി പ്രഖ്യാപിക്കപ്പെടുകയും സർവജ്ഞപീഠത്തിന് അധികാരിയാക്കി തീർക്കുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ 32 വയസ്സിന്റെ ഉള്ളിൽ ഭാരതത്തിലെ ഒട്ടുമിക്ക എല്ലാ ക്ഷേത്രങ്ങളിലും നടന്നു പോവുകയും അവിടുത്തെ എല്ലാ സമ്പ്രദായങ്ങളെ, നിലവിലുള്ള ആചാരങ്ങളെ നിലനിർത്തിക്കൊണ്ട് അനാചാരങ്ങളെ എല്ലാം തച്ചുടച്ചുകൊണ്ട് പുതിയ തരത്തിൽ ഇതിനെ റിവൈവ് ചെയ്യുകയും ചെയ്തതിന്റെ ഫലമായാണ് ഇന്ന് സനാതനധർമ്മം ജീവനോടുകൂടി ഇരിക്കുന്നത് എന്ന് അറിയിച്ചുകൊണ്ട് ആ ജഗദ്ഗുരു ആദിശങ്കരാചാര്യരുടെ പുണ്യഭൂമിയിൽ ഒരു സന്യാസിയായി ജീവിക്കാൻ സാധിക്കുക എന്നത് സൗഭാഗ്യകരമായ ഒരു കാര്യമാണ് എന്ന് അറിയിച്ചുകൊണ്ട് സന്യാസധർമ്മം
ഓരോ മനുഷ്യൻ്റെയും അവകാശമാണ്. സ്ത്രീ പുരുഷ ഭേദവ്യത്യാസമില്ലാതെ തൻ്റെ മനസ്സ് എപ്പോഴാണോ, തൻ്റെ ഹൃദയപ്രവൃത്തി എപ്പോഴാണോ, തൻ്റെ കൈകളും കാലുകളും എപ്പോഴാണോ സമാജത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകുന്നത്, ആ നിമിഷം മുതൽ ആ വ്യക്തി സന്യാസ ദീക്ഷയിലേക്ക് ആയിത്തീർന്നു എന്ന് നമുക്ക് കണക്ക് കൂട്ടാം എന്നറിയിച്ചുകൊണ്ട്, ഇന്ന് നടക്കുന്ന സന്യാസ സമ്പ്രദായങ്ങൾ പലതും വിധിപ്രകാരമുള്ളതായ പരിശീലനങ്ങൾ ഇല്ലാത്തതിനാൽ വരുന്നതായ തെറ്റിദ്ധാരണകൾ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട്, സന്യാസാശ്രമം എന്നത് ഓരോ മനുഷ്യന്റെയും അവകാശമാണ് എന്ന് തറപ്പിച്ചറിയിച്ചുകൊണ്ട് മംഗള